وعليكم السلام ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمن بالخير والسعادة. ഇവിടെ ഡെസ്കിൽ അവസാനം വന്നിട്ടുള്ള ഒരു ചോദ്യം, അതായത് നജസുമായിട്ട് ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ സമയത്ത് എങ്ങനെയാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നതാണ്. കുട്ടികളൊക്കെ എടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ അന്വേഷണം വന്നിട്ടുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന്റെ ഷറത്താണ് നിസ്കരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും വസ്ത്രവും എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്ന്. ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നമ്മുടെ ആധികാരികമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതിൽ ചിലതെല്ലാം ഒരുപാട് അമീഖായ വിഷയങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പടി, എന്താണ് നിങ്ങൾ പറയാ, കട്ടിലായിരിക്കും അല്ലെ, അപ്പൊ അതിന്റെ മുകളിൽ കയറി നിസ്കരിക്കുന്നു, അതിന്റെ കാല് നജസിലാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം കൊണ്ട് ആ കാല് അനങ്ങുന്നു എങ്കിൽ അത് നജസ് നമ്മുടെ നിസ്കാരത്തിന് ബാധിക്കും. കാരണം നമ്മൾ അനങ്ങുന്ന രീതിയിലേക്ക് അത് വരുന്നു. അതുപോലെ തന്നെയാണ് നജസായ സാധനങ്ങളോ മറ്റോ നമ്മൾ ചുമന്നു കഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാണ്. നമ്മളെ വസ്ത്രത്തിലോ നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിലോ ഉണ്ടെങ്കിലും. എങ്കിലും ബാജൂരി ബുജരിമി പോലുള്ള കിതാബിൽ പറയുന്നു, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സുദൂജ് ചെയ്യാൻ വേണ്ടി വെക്കപ്പെടുന്ന സ്ഥലം, അത് നജസിൽ നിന്ന് മുക്തമായാലും നിസ്കാരം സഹീഹാകുമെന്ന്. അപ്പൊ അത്രക്കും എളുപ്പം നമുക്ക് ദീന് തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ വയറിന്റെ സൈഡിൽ സമയത്തായിട്ടൊക്കെ അവിടെ എന്തെങ്കിലും ഒരു കഷ്ടമോ മറ്റോ ഉണ്ടെങ്കിൽ നിസ്കാരം സഹീഹാകും. എന്ന് വെച്ചാൽ അങ്ങനെ ആവണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ അല്ല മസല പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കരിക്കുന്ന സ്ഥലം എന്നത് ഉദ്ദേശിക്കുന്നത് സുജൂദിന്റെ അവയവങ്ങൾ വെക്കപ്പെടുന്ന സ്ഥലമെങ്കിലും അങ്ങനെ ശരിയായിരിക്കണം എന്നതാണ്. അപ്പോൾ കുട്ടികളെ ചുമന്നുകൊണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പൊ കുട്ടിയുടെ പാമ്പേഴ്സിലോ മറ്റൊക്കെ നജസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോ അത് എന്ന് പറഞ്ഞാല് അത് നജസ് നമ്മൾ ചുമന്നതിൽ പെടുകയില്ല. അതേ സമയത്ത് കുട്ടികൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ തോളിൽ കയറിയിരിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ നജസിനെ ചുമന്ന രീതിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നിസ്കാരം സഹിഹാവുകയില്ല. എന്ന് മാത്രവുമല്ല, നമ്മൾ പള്ളിയിലൊക്കെ വരുന്ന സമയത്ത് ഈ ചെറിയ കല്യാണം കഴിക്കാത്ത കുട്ടികളെ കൊണ്ടുവരും ഉപ്പമാര്. എന്നിട്ടെന്താവും, വലിയവരുടെ ഇടയിലടെ നിർത്തും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അവരുടെ കുൽഫ അത് ശരിക്ക് കല്യാണം കഴിക്കാത്തതിന് പിന്നെ അവരുടെ നജസ് ഉണ്ടാവും. ആ നജസ് നമ്മൾ ഒട്ടി നിൽക്കുമ്പോൾ നമ്മൾ നിസ്കാരം സഹിയാവൂല, അടുത്ത് നിൽക്കുന്നവരെ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ പള്ളിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് മാറ്റി നിർത്തി കുട്ടികളെ കൂട്ടത്തിൽ നിർത്തുക, അതാണ് ചെയ്യേണ്ടത്. അതൊക്കെ അശ്രദ്ധ വരുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ മയ്യിസ്കരിക്കാൻ വേണ്ടിയിട്ട് സെഫിലേക്ക് വലിച്ച് നിർത്തുന്നതും അതല്ലെങ്കിൽ കുട്ടികൾ കയറി നിൽക്കുന്നുണ്ട്. വാസ്തവത്തില് ഗായിബായ മയ്യത്തിന് മേലൊക്കെ നിൽക്കേണ്ടത് പ്രായപൂർത്തിയായവർക്കാണ്, അല്ലാതെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അത് കടമയില്ല. അതും അവിടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നജസിനെ വഹിക്കുന്ന ഒന്നിലേക്ക്, അതായത് നമ്മളുടെ അനക്കം കൊണ്ട് അത് അനങ്ങുന്ന ഒരു രീതിയിലാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നിസ്കാരം സഹിഹാവുകയില്ല, നിസ്കാരം ബാത്തിലാകും. പിന്നെ അത് ശുദ്ധിയായതിനു ശേഷം തന്നെ പറ്റൂ. ശുദ്ധിയായതിനു ശേഷം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരവുമായിട്ട് ഒട്ടി നിന്നത് വിട്ടു നിൽക്കണം എന്നതാണ്. അപ്പൊ അതിനെ മാറ്റിവെച്ചാൽ മാത്രമേ നിസ്കാരം സഹിയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. അതേസമയത്ത് പായലോ മറ്റോ കുട്ടി വന്നിരുന്നു, പാമ്പേഴ്സിൽ ഇതുണ്ട്, എന്നാലും പ്രശ്നമില്ല. കാരണം നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം ശുദ്ധിയായാൽ മതി എന്നാണ്. അതേസമയത്ത് നമ്മളെ കാലിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയോ തോളിൽ കയറിയിരിക്കുകയോ പുറത്ത് കയറിയിരിക്കുകയോ അതിന്റെ കൂടെ കുട്ടിയുടെ പാമ്പേഴ്സിലും മറ്റു നേഴ്സുണ്ടാവുകയും ചെയ്താൽ ആ നിസ്കാരത്തിന് ഭംഗം വരുന്നതാണ്, നിസ്കാരം സഹിഹാവുകയില്ല എന്ന് മനസ്സിലാക്കണം. അതേ സമയത്ത് കുട്ടി പടിയിൽ കിടക്കുന്നു, നമ്മളൊരു സൈഡിൽ നിന്ന് നിസ്കരിക്കുന്നു, അതിന് കുഴപ്പമില്ല. കുട്ടിയുടെ മേലുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ അനക്കം കൊണ്ട് അത് അനങ്ങുന്നത് നമ്മൾ സ്പർശിക്കുന്നോ ഇല്ല എന്നതുകൊണ്ട്. അതേ സമയത്ത് ഒരു കയറ് കെട്ടി, അത് ഇതിൽപ്പെട്ട തന്നെയാണ്. ഇപ്പോ ഈ മൂത്രത്തിന് തടസ്സമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇത് മാറ്റി വെക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ട്യൂബൊക്കെ ഇട്ട ആളുകൾ, ട്യൂബ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇപ്പോ ഊരക്കം പൊട്ടി നാശമായിട്ടുള്ള ആളുകളാവുമ്പോൾ അവർക്ക് അവിടെ ഒരു ട്യൂബ് വെക്കുകയും ആ ട്യൂബിന് ഒരു അടപ്പ് ഒക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഓരോന്നിന് 350 രൂപയാണെന്നാണ്. അപ്പൊ ഓരോ നിസ്കാരത്തിനും അതിൽ മാറ്റാനൊന്നും കഴിയുന്ന ഇതില്ല. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിൽ അതിലുള്ള ട്യൂബിലുള്ള നജസ് മുഴുവനും മാറ്റി വെച്ചിട്ട് ഒരു അടപ്പുണ്ടോരോ അതിന്റെ മുകളിൽ. അങ്ങനെയാണ് അത് അനുഭവസ്ഥനായ ഒരാൾ എനിക്ക് പറഞ്ഞത്. നമ്മളെ ഗ്രൂപ്പിലുണ്ട് ആള്. അപ്പോ ആ അടപ്പിനെ എന്താക്കേണ്ടി വരും, അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതേ സമയത്ത്
ഇപ്പോ കാലിനോ മറ്റൊക്കെ ആക്സിഡന്റ് പറ്റിയിട്ട് മൂത്രത്തിന്റെ കുഴപ്പമല്ല, അവർക്ക് നടക്കാൻ പറ്റാത്ത കുഴപ്പമാണ്. അവർക്ക് എന്ത് ചെയ്യാം? ഇത് മാറ്റി വെച്ചിട്ട് നിസ്കരിക്കാം. അവർക്ക് അങ്ങനെ നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ട്യൂബ് മാറ്റി വെച്ചിട്ട് അടപ്പാട് ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യാം. അപ്പോൾ നജസ് അവരോട് അടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വത്സരാജ് ഇവിടുന്നാണ് നമ്മളെ ഫതുഹുൽ മുഈനും അനത്വാനിബിയിലും ഒക്കെ വിശദീകരിച്ചത്. നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കയറ് പിന്നെ ചാണകക്കുഴിയിലുണ്ടെങ്കിൽ ആ ചാണകക്കുഴി കുറെ ദൂരെയാണ്, പക്ഷെങ്കിൽ അത് നമ്മുടെ അനക്കം കൊണ്ട് അനങ്ങുന്ന നിസ്കാരം ബാത്തിലാവുമെന്നാണ്. അപ്പൊ നമ്മൾ അനക്കം കൊണ്ട് അനങ്ങുകയോ നമ്മൾ ചുമന്നു എന്ന ഗണത്തിൽ വരികയോ ചെയ്യുന്നതെല്ലാം നിസ്കാരം ബാത്തിലാക്കുന്നതാണ്. അപ്പോൾ നജസ് ചേർന്നൊരു കുട്ടിയെ അടുത്തിരുത്തിയാലും നിസ്കാരം ബാത്തിലാകും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പള്ളിയിൽ കൊണ്ടുവരുമ്പോഴും മനസ്സിലാക്കണം. പാമ്പേഴ്സ് ഇട്ടിട്ടാണ് നമ്മളെ കാലിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, പുറത്ത് കയറുന്നു, ഇങ്ങനെയൊക്കെ ആവുമ്പോഴും അത് കയ്യിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു എങ്കിലും നമ്മൾ നജസിനെ ചുമന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് അനങ്ങുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അപ്പോൾ കുട്ടിയെ ആരും ഇല്ലെങ്കിൽ തൊട്ടി കിടത്തുകയോ ഒക്കെ ചെയ്യണം, പ്രയാസം തന്നെയാണ്. എന്നിരുന്നാലും കുറച്ച് ശ്രദ്ധിക്കുക, ശ്രദ്ധ ചെലുത്തിയിട്ടും നിസ്കാരം സഹിഹാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ കൂടി സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ.